65 ലക്ഷം പരം ആളുകളെയാണ് ഏകപക്ഷീയമായി ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് BJP അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ നിർദ്ദേശമനുസരിച്ച് സംഘപരിവാർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചത്. എല്ലാ ആധികാരിക രേഖകളെയും ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ ഒഴിവാക്കുമെന്നുള്ളതായിരുന്നു BJPയുടെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ധാർഷ്ട്യം. ഇപ്പോൾ രണ്ടും ഒന്നായതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നത്. സുപ്രീം കോടതിക്ക് മുമ്പാകെ കേസിന് പോയിട്ട് വേണ്ടി വന്നു തിരഞ്ഞെടുപ്പ് രേഖകൾ, ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കി അവർക്ക് വോട്ടവകാശം പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ഒരവസരമെങ്കിലും ഉണ്ടായത്. വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞതിനെ പോലും സുപ്രീം കോടതിയിൽ എതിർത്ത ആളുകളാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇത്തവണത്തെ ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടവകാശമെന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു അവകാശത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടം കൂടിയാണ് ഇത്തവണ ബീഹാറിൽ നടക്കുന്നത്. ആ ഒരു അവകാശത്തെ നേടിയെടുക്കാൻ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന, തേജസ്വി യാദവ് നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് അവകാശ യാത്ര, വോട്ട് സംരക്ഷണ യാത്ര ബീഹാറിലാകമാനം തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഇത്തവണ കോൺഗ്രസും RJDയും ചേർന്ന സഖ്യം വലിയ വിജയം നേടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അതിൽ നിന്നും ശ്രദ്ധ മാറ്റുവാൻ ഏതോ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി എന്തോ വിളിച്ചു പറഞ്ഞു, അതിൻ്റെ പേരിൽ കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാനായി സംഘപരിവാർ ശക്തികൾ രംഗത്തിറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ BJPയുടെ സ്ഥിരം ഡൈവേർഷൻ ടെക്നിക്സ് മാത്രമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഡൈവേർഷൻ ടെക്നിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് എന്നത് ബീഹാറിലെ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ്, ജനദ്രോഹ ഭരണത്തിനെതിരെയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് അത് ശക്തമായി അതിനെ നേരിടും. രാഹുൽ ഗാന്ധി അതിൻ്റെ മുന്നണി പോരാടിയാൽ നിൽക്കും. ഇവിടെ ആരോടും മാപ്പ് പറയാനും പോകുന്നില്ല. ഇപ്പോൾ വോട്ടവകാശത്തെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ കോൺഗ്രസ് ഇന്ന് അതിനോട് നടത്തിയ ഒരു പ്രതികരണം, അമ്പരന്ന് പോയിരിക്കുകയാണ് BJP ഈ വോട്ടറാധികാര യാത്രയ്ക്ക് ബീഹാറിൽ ലഭിക്കുന്ന സ്വീകരണത്തിൽ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം, ഈ ഭാരത് ജോഡോ യാത്രയേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം അവിടെയുണ്ട്. അപ്പോൾ ആ ജനപങ്കാളിത്തത്തിൽ അമ്പരന്നുകൊണ്ടാണ് ഇങ്ങനെ അക്രമത്തിൻ്റെ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പട്നയിലെ ഓഫീസൊക്കെ ആക്രമിക്കുന്ന നിലയുണ്ടാവുന്നു, അത് പൂട്ടിയിടേണ്ടി വരുന്നു. അങ്ങനെ ഒരു അക്രമത്തിൻ്റെ പാതയിലേക്ക് BJP നീങ്ങുന്നത് ഇതിൻ്റെ ഒരു സ്വീകാര്യത കണ്ടിട്ടാവുമോ? ഈ ബീഹാറില് ഈ RJDയുടെ തോളത്തിരുന്ന് യാത്ര ചെയ്യുന്ന, അതായത് ഞാനും പോത്തച്ഛനും കൂടെ എന്ന് പണ്ടൊരു തവള പറഞ്ഞ മാതിരി അതിന്റെ പുറത്തിരുന്ന് ചെയ്യുന്ന ആ റോളെ അവിടെ കോൺഗ്രസിന് അവിടെ ഉള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതായത് അവസാനമായി അവിടെ ഒരു കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നത്, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് 90-ൽ അവസാനിച്ചു. അതിനുശേഷം കോൺഗ്രസ് പൂർണ്ണമായും നാമാവശേഷമാക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഈ ബീഹാർ എന്ന് പറയുന്നത്.